ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. വെൽക്കം ടു ദി ചാനൽ. ഞാൻ ശ്രീ. ഇന്നത്തെ കിച്ചൺ ടിപ്സിൽ ആദ്യം ചമ്പാവരി അല്ലെങ്കിൽ മട്ട അരി, ബ്രൗൺ റൈസ് എന്നൊക്കെ പറയുന്ന ചമ്പാവരിയുടെ വേവ് അറിയാൻ ഒരു ടിപ്പ് പറയാം. അരി കഴുകുമ്പോൾ തവിട് നന്നായി പോകുന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് വേവുന്നതും, എന്നാൽ ഒട്ടും തവിട് പോകാത്ത അരിയാണെങ്കിൽ അത് പതുക്കെ വേവുന്നതുമാണ്. പലപ്പോഴും പല ടൈപ്പിലെ അരിയാവും കിട്ടുക, നമുക്കറിയാൻ പറ്റില്ല അതിന്റെ വേവ്. ഇത് നിറപറയുടെ കിലോയ്ക്ക് 40 റേഞ്ചിലുള്ള അരിയാണ്. ഈ അരി അധികം തവിട് പോകാത്തതാണ്, അതുകൊണ്ട് വേവ് കൂടുതലുമാണ്. ഇതെനിക്ക് 2 മണിക്കൂർ വേണം റൈസ് കുക്കറിൽ. എന്നാൽ പെട്ടെന്ന് വേവുന്നത് 1.5 മണിക്കൂർ തികച്ചു വേണ്ട. പുതിയ കുട്ടികൾക്ക് അരി വേവിക്കാൻ റൈസ് കുക്കറാണ് നല്ലത്. ഇതിന്റെ പ്രത്യേകത, ഇടയ്ക്ക് അരി വെന്തോ എന്ന് നോക്കി വെന്തെങ്കിൽ ചോറ് ഊറ്റാം, വെന്തിട്ടില്ലെങ്കിൽ കുറച്ചു നേരം കൂടി വച്ചേക്കാം. ഇനി നിങ്ങൾക്ക് എവിടെയെങ്കിലും പോകണം, അരി വെന്തിട്ടില്ല എങ്കിൽ ഊറ്റി ചോറ് അതിനകത്ത് തന്നെ വെച്ചേക്കാം. അവിടെ ഇരുന്ന് ആവിയിൽ വെന്തോളും. ഇത് റൈസ് കുക്കർ വിത്ത് കാസറോളാണ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതിനകത്ത് വെക്കുന്ന പാത്രം ചോറ് നിറഞ്ഞിരിക്കുന്നതായിരിക്കണം, അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ വേവിന്റെ കണക്ക് കറക്റ്റ് ആവില്ല. അടുത്തത് ഒരു ഈസി ജ്യൂസർ ടിപ്പാണ്. ഇപ്പോൾ മാർക്കറ്റിൽ മാതളം അല്ലെങ്കിൽ പോംഗ്രനേറ്റ് ഒരുപാട് കിട്ടുന്നുണ്ട്, വിലയും കുറവാണ്. മാതളം പ്ലേറ്റ്ലേറ്റ് കൗണ്ട് കൂട്ടുന്ന ഒന്നാണ്. കുട്ടികൾക്ക് കഴിക്കാൻ നല്ലതാണ്, മുതിർന്നവർക്കും. എന്നാൽ കുട്ടികൾക്ക് അതിന്റെ അരി കടിക്കുന്നത് ഇഷ്ടമല്ല. മിക്സറോ ജ്യൂസറോ ഇല്ലാതെ ഒരു കവറിൽ നമുക്ക് അതിന്റെ ജ്യൂസ് എടുക്കാം. സിപ്ലോ കവർ ആണെങ്കിൽ അത്രയും നല്ലത്. ഇനി സിപ്ലോ കവർ ഇല്ലെങ്കിൽ ഒരു സാധാ കവർ എടുത്ത് ഈ ഫ്രൂട്ട്സ് അതിനകത്തിട്ട് ചൂടായ കത്തി കൊണ്ട് കവറിന്റെ മേൽഭാഗം മുറിക്കുക. അപ്പോൾ കവർ ലോക്കാവും. ഇനി ഇതിനെ കൈകൊണ്ട് നന്നായി ചതയ്ക്കുക. എന്നിട്ട് കവറിന്റെ ഒരറ്റം ചെറുതായി കട്ട് ചെയ്യുക, ഗ്ലാസ്സിലേക്ക് ഒഴിക്കുക. സിപ്ലോ കവറിലും ഇതുപോലെ ചെയ്യുക. മാതളം മാത്രമല്ല, ഏത് ഫ്രൂട്ട്സും ഇങ്ങനെ ചെയ്യാം. കുഞ്ഞു കുട്ടികൾക്ക് പാൽക്കുപ്പിയിൽ ഒഴിച്ചു കൊടുത്താൽ അവർ കുടിച്ചോളും. ടൂർ പോകുമ്പോഴൊക്കെ ഇങ്ങനെ ഈസിയായി നമുക്ക് കുട്ടികൾക്ക് ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കാം. ഇനി ലാസ്റ്റ് ഞാൻ ഒരു ടേസ്റ്റി ടിപ്പ് പറഞ്ഞുതരാം. കുരുമുളക് ഫൈനായി പൊടിച്ച പൊടിയേക്കാളും കറിക്ക് ടേസ്റ്റ് കൂടുതൽ കല്ലിൽ ചതച്ചതിനാണ്. നിങ്ങൾ രണ്ടും ഒന്ന് പരീക്ഷിച്ചു നോക്കൂ, വ്യത്യാസം അറിയാം. നിങ്ങൾക്ക് ടിപ്സ് ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്